അമ്പോ ഹൈ ലെവൽ പടം എമ്മാതിരി ഫസ്റ്റ് ഹാഫ്. മലയാളികളും സിനിമാ പ്രേമികളും ഒന്നടങ്കം കാത്തിരുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ഇന്ന് 6 മണിക്ക് ലോകമെമ്പാടും ആദ്യ ഷോ കളിച്ചു തുടങ്ങി. ഇന്റർവെല്ലിന് പടം നിർത്തുമ്പോൾ പൃഥ്വിരാജ് എന്ന സംവിധായകൻ അക്ഷരാർത്ഥത്തിൽ ഓരോ പ്രേക്ഷകനെയും ഓരോ ലാൽ ആരാധകനെയും കോരിത്തരിപ്പിച്ചുകൊണ്ടാണ് എമ്പുരാന് ബ്രേക്ക് കൊടുത്ത് തിയേറ്ററിന് പുറത്തേക്ക് ഇറക്കുന്നത് എന്നാണ് പറയുവാൻ ഉള്ളത്. സിനിമ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഹൈപ്പ് ഹൈ ലെവൽ തന്നെയായിരുന്നു. പിന്നീട് എല്ലാ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പുതുമ നിറഞ്ഞതുമായിരുന്നു. അതൊക്കെ തന്നെ എമ്പുരാനിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ ടോപ്പ് ലെവലിൽ തന്നെ ഉയർത്തി എന്നും പറയാം. അത്തരം എല്ലാ പ്രതീക്ഷകൾക്കും പൂർണ്ണമായും നല്ല തൃപ്തി തരുന്ന ഒരു ഒന്നാം പകുതിയാണ് എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെത്. പടത്തിൻ്റെ ക്ലാരിറ്റിയും മറ്റു ടെക്നിക്കൽ വശങ്ങളും ഒക്കെ ട്രെയിലറും മറ്റു പ്രൊമോ സംഭവങ്ങളും കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകന് കിട്ടിയതാണ്. അതിനേക്കാളൊക്കെ ഉപരി മോഹൻലാൽ എന്ന ബ്രാൻഡിന് പൃഥ്വിരാജ് എന്ന ഫിലിം മേക്കറും മലയാളികളും മലയാളത്തിന് പുറത്തുള്ള കാണികളും ഒക്കെ നൽകുന്ന വിലയാണ് ഈ ചിത്രത്തിൻ്റെ പ്രതീക്ഷയും അതിൻ്റെ ഔട്ട്പുട്ടും. അങ്ങനെ മോഹൻലാലിനെ അതിഗംഭീരമാണ് ചിത്രത്തിൽ പൃഥ്വി വീണ്ടും അവതരിപ്പിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ രംഗം എന്ന് പറഞ്ഞാൽ ആരും എണീറ്റ് നിന്ന് കൈയടിക്കുന്ന തരത്തിലുള്ള, പണ്ടേതോ സംവിധായകൻ പറഞ്ഞ പോലെ തിയേറ്റർ കുലുക്കുന്ന തരത്തിലുള്ള ഇൻട്രോ രംഗമാണ് നരകത്തിന്റെ മാലാഖയ്ക്ക് സംവിധായകൻ നൽകിയിരിക്കുന്നത്. ആ ഇൻട്രോ രംഗത്തിന്റെ എഫക്റ്റ് തിയേറ്ററിലും പ്രേക്ഷകരിലും മിനിറ്റുകളോളം തങ്ങി നിൽക്കപ്പെടുന്നു എന്നതും അത്ഭുതമാകുന്നു. മോഹൻലാലിന്റെ ആ സ്റ്റൈൽ കൃത്യമായി ഉപയോഗിച്ച രംഗങ്ങൾ കൂടിയായിരുന്നു അവ. പൃഥ്വിരാജിനും ഇവിടെ മുൻ ചിത്രത്തിലേക്കാൾ കൂടുതൽ സ്പേസ് ഉണ്ടെന്ന് തോന്നി. സിനിമ തുടങ്ങുമ്പോൾ ഉള്ള ടൈറ്റിൽ കാർഡ്സ് വരുന്നതും പൃഥ്വിയുടെ കയ്യൊപ്പ് പതിഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു. ഒന്നാം പകുതിയിലെ സംഭാഷണങ്ങളും സിനിമയുടെ ഒഴുക്കും ഗംഭീരമായി തന്നെ തോന്നി. പ്രൊമോയിലും ഇന്റർവ്യൂവിലും ഒക്കെ അണിയറക്കാർ തന്ന പ്രതീക്ഷ സിനിമ കാക്കും എന്നാണ് ഒന്നാം പകുതി കണ്ടിറങ്ങുമ്പോൾ തോന്നുന്നത്. ട്രെയിലറും പോസ്റ്ററിലും ഒന്നും കാണാത്ത സസ്പെൻസുകളും ഈ ഒന്നാം പകുതിയിൽ തന്നെ കാണാം. മുരളി ഗോപിയും പൃഥ്വിരാജും മോഹൻലാലും തമ്മിലുള്ള കെമിസ്ട്രിയുടെ ഔട്ട്പുട്ടും കൃത്യമായി തന്നെ ഒന്നാം പകുതിയിൽ കണ്ടു. ഒന്നാം പകുതിയുടെ മെയിൻ ഹൈലൈറ്റായി തോന്നിയത് മോഹൻലാലിന്റെ ഇൻട്രോ രംഗങ്ങളും അതിൻ്റെ എഫക്റ്റും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറയും ടെക്നിക്കൽ വശങ്ങളും കാച്ചിക്കുറുക്കിയുള്ള സംഭാഷണങ്ങളും പിന്നെ സസ്പെൻസുകളും ആണ്. എമ്പുരാന്റെ രണ്ടാം പകുതിയും ക്ലൈമാക്സിനും വേണ്ടി വീണ്ടും സീറ്റിലേക്ക് പോകാം.